ഫെഡറൽ ബാങ്കിൽ വിദേശ നിക്ഷേപത്തിന് 74% പരിധി എന്നത് 2006-ൽ ഓഹരി ഉടമകളും റിസർവ് ബാങ്കും അംഗീകരിച്ചതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ശ്യാം ശ്രീനിവാസൻ പറഞ്ഞു. ഉടമസ്ഥാവകാശത്തിന്മേലുള്ള മാറ്റം ബാങ്കിന്റെ പരിഗണനയിലില്ല. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഓഹരികളുടെ എണ്ണം 4.99% തുടരുമെന്നും ബാങ്ക് അറിയിച്ചു. ഈ വർഷം പുറത്തിറക്കിയ പുതിയ വിദേശ നിക്ഷേപ നയപ്രകാരം വിദേശ പങ്കാളിത്തം 49% നിന്ന് വർദ്ധിപ്പിക്കുന്നതിന് പുതുതായി അനുവാദം വാങ്ങേണ്ടതിന്റെ ആവശ്യകത റിസർവ് ബാങ്ക് ഫെഡറൽ ബാങ്കിനെയും അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് നിലവിൽ 49%-ലേറെ വിദേശ ഓഹരി പങ്കാളിത്തമുള്ള ഫെഡറൽ ബാങ്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുവാദത്തിന് അപേക്ഷ നൽകേണ്ടതായി വന്നു. ഉപപരിധികളായ FII 49%, NRI 24% എന്നിവയിൽ മാറ്റത്തിന് ബാങ്ക് അപേക്ഷിച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഓഹരികളുടെ എണ്ണം 4.99% തുടരും. അതിനാൽ ഡയറക്ടർ ബോർഡിന്റെയും റെഗുലേറ്റർമാരുടെയും അനുമതി കൂടാതെ ആർക്കും ഇതിൽ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. I think it was a understanding issue because it was understood that there is new funds coming in and a change in the structure. Nothing has changed. The bank's structure remains the same. It required new levels of approval and that has come. That's all. സ്വാഭാവിക വളർച്ച മാത്രമാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ബാങ്ക് നേരിട്ട് പുതുതായി ഇൻവെസ്റ്റ്മെന്റോ ഫണ്ടോ സ്വീകരിക്കില്ല. ഉടമസ്ഥാവകാശത്തിന്മേലുള്ള മാറ്റം ബാങ്കിന്റെ പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ പങ്കാളിത്ത കാര്യത്തിൽ വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അറിയിപ്പുകളൊന്നും ബാങ്കിന് ലഭിച്ചിട്ടില്ലെന്നും തെറ്റിദ്ധാരണകൾ മൂലമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്നും ശ്യാം ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.